ദിവ്യ, ഗുഡ് മോർണിംഗ്. ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ സിവിൽ സർവീസിന്റെ തലപ്പത്ത് വലിയ മാറ്റങ്ങൾ വരുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചീഫ് സെക്രട്ടറി വിരമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ശാരദാ മുരളീധരൻ അവർക്ക് യാത്രയപ്പ് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഉണ്ടാവുക. ചീഫ് സെക്രട്ടറി ഈ സംസ്ഥാനത്തിന്റെ ഉദ്യോഗസ്ഥ തലത്തിലെ ഏറ്റവും ഈ പ്രഥമ സ്ഥാനത്തുള്ള വ്യക്തി തന്നെ ഈ റിട്ടയർഡ് ആകുന്നു. പകരം ഉള്ള ആളെ നേരത്തെ തന്നെ ഈ ഡോക്ടർ ജയതിലകിനെ നേരത്തെ തന്നെ തെരഞ്ഞെടുത്തിരുന്നു. ഈ ഡോക്ടർ ജയതിലകുമായി ബന്ധപ്പെട്ട് ഈ പരാതികൾ അദ്ദേഹവും മറ്റ് IAS ഉദ്യോഗസ്ഥരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതെല്ലാം തന്നെ ഇനി സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ വലിയ വാർത്തകൾക്കുള്ള സാധ്യത കൂടി ഉണ്ട്. അതുകൂടാതെ ഈ IPS ഈ തലപ്പത്തും ഇന്ന് DGP റാങ്കിലുള്ള ഫയർഫോഴ്സ് മേധാവിയായ K പത്മകുമാർ വിരമിക്കുകയാണ്. അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകുന്ന പോലീസിന്റെ ചടങ്ങ് അല്പസമയത്തിനുള്ളിൽ തുടങ്ങും. അവിടെയാണ് ഞാൻ ഉള്ളത്. നിരവധി ഈ കൊച്ചി കമ്മീഷണർ അടക്കമുള്ള നിരവധി തസ്തികയിൽ ഇരുന്ന ശേഷമാണ് അദ്ദേഹം DGP പദവിയിൽ എത്തുകയും ഫയർഫോഴ്സ് മേധാവി എന്ന നിലയ്ക്ക് പ്രവർത്തിച്ച് വരികയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇന്നത്തോടു കൂടി ഈ സർവീസിൽ നിന്ന് വിരമിക്കും. ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP-ക്കാണ് ഈ മനോജ് എബ്രഹാമാണ് ഈ DGP പദവി നൽകുകയും അദ്ദേഹത്തെ ഫയർഫോഴ്സ് മേധാവിയായി തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ IPS തലപ്പത്ത് വലിയ മാറ്റങ്ങളാണ് ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ IFS തലപ്പത്ത് ഫോറസ്റ്റ് സർവീസിന്റെ തലപ്പത്തും മാറ്റങ്ങളുണ്ട്. ഈ ഇന്ന് ഗംഗാ സിംഗ് വനം വകുപ്പ് മേധാവി കൂടി വിരമിക്കുകയാണ്. ഈ വനം വകുപ്പും അദ്ദേഹത്തിന് യാത്രയപ്പ് ചടങ്ങുകൾ നൽകുന്നുണ്ട്. നമുക്കറിയാം ഈ മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള വലിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് വനം വകുപ്പ് മേധാവിയായിരുന്നു ഗംഗാ സിംഗ്. അദ്ദേഹവും വിരമിക്കുകയാണ്. ഇത് കൂടാതെ ബിജു പ്രഭാകർ IAS ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അടക്കമുള്ള നിരവധി വകുപ്പുകൾ, KSRTC-യുടെ CMD അടക്കമുള്ള നിരവധി വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തതായിരുന്നു. നിലവിൽ അദ്ദേഹം KSEB-യുടെ CMD-ആയി ചെയർമാനും MD-യുമായി പ്രവർത്തിച്ചു വരികയാണ് റിട്ടയർഡ് ആകുന്നത്. ഇത്ര വലിയ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ കൂടി എല്ലാവരുടെയും പ്രിയപ്പെട്ട IM വിജയനും ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. അദ്ദേഹത്തെ മലപ്പുറം MSP-യുടെ അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ഇന്നലെ ഡെപ്യൂട്ടി കമാൻഡന്റായി പ്രമോഷൻ നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം ഉദ്യോഗസ്ഥ തലപ്പത്തെ വലിയ ഒരു വിരമിക്കലും പുതിയ ആളുകളുടെ സ്ഥാനക്കയറ്റവും ഒക്കെയാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ ഗുണ്ട ആക്രമണത്തിന്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ട സുധീഷ് വധക്കേസിൽ ഇന്നലെ എല്ലാ പ്രതികളും 11 പ്രതികളും കുറ്റക്കാരാണ് എന്ന് കോടതി വിധിച്ചിരുന്നു. അവർക്കുള്ള ശിക്ഷ ഇന്ന് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. മറ്റൊന്ന്, ഇന്ന് മന്ത്രിസഭാ യോഗം നടക്കുന്നുണ്ട്. ഇത് കൂടാതെ ഈ ദിവസങ്ങളായി നടന്നു വരുന്ന ആശാ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നാളെ ആശമാർ ഈ തൊഴിലാളി ദിന ഈ പരേഡും നടത്തും. അവർ അത്തരം ഒരു റാലി നടത്താനും തീരുമാനിച്ചു.